അമ്മേ, നമസ്കാരം അമ്മേ. നമസ്കാരം. നന്നായി വാ മോനെ. അങ്ങോട്ടിരിക്ക. ആ. അഞ്ചു വർഷമായില്ലേ? ഈ IAS കാര്യമൊക്കെ ഇനി വിട്ടേക്ക്. നല്ലൊരു ജോലി വാങ്ങിക്കാൻ നോക്ക്. ആ അമ്മേ, വലിയൊരു കമ്പനിന്ന് ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് ജോയിൻ ചെയ്യാന്ന് കരുതുക. സത്യമായിട്ടും ആ. നന്നായി വാ മോനെ. വേഗം എല്ലാം റെഡിയാക്കിയിട്ട് പായലിനെ ഇവിടുന്ന് കൊണ്ടുപോവാൻ നോക്ക്. എന്നിട്ട് മോന്റെ കൂടെ നിർത്ത്. അമ്മ വീട്ടിലിപ്പോ എത്ര നാൾ നിൽക്കാൻ പറ്റും? ആ അമ്മേ, അത് തന്നെ പ്ലാൻ. പിന്നെ പായലോടെ പോയി കാണാനില്ലല്ലോ. എവിടെ പോവാനാ? അവൾ അവിടെ റൂമിൽ തന്നെയുണ്ട്. മോൻ പോവാണെന്ന് മനസ്സിലായപ്പോ മുതല് ആ റൂമിൽ കയറി അടച്ചിരിക്കാൻ തുടങ്ങിയതാ. ഞാൻ പോയി കണ്ടിട്ട് വരട്ടെ. ആ ചെല്ല്. പായൽ, പായൽ. ചേടാ, എന്തു പറ്റി? നീ എന്തിനാ കരയുന്നേ? ചേടാ, ഞാൻ നിന്നെ കാണാൻ വന്നല്ലേ. അതിന് നിനക്ക് സന്തോഷമില്ലേ? നിങ്ങൾ വന്നത് എനിക്ക് വേണ്ടിയല്ലെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. എന്റെ മോളെ, സുന്ദരിക്കുട്ടികൾ കരയുമ്പോണ്ടല്ലോ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. കണ്ണിന്റെ തടമൊക്കെ തടിച്ചിരിക്കും. എന്നെ ഇവിടുന്ന് കൊണ്ടുപോ. എനിക്ക് ഇനി ഇവിടെ നിക്കണ്ട. അയ്യോ, പക്ഷെ നീ എന്നോട് വന്നിട്ട് എന്ത് ചെയ്യാനാ? അതൊന്ന് പറഞ്ഞേ. അതെ മോളെ, തിരിച്ചു പോകാൻ 2 ടിക്കറ്റ് എന്റെ കയ്യിലുണ്ട്. ശരിക്കും എടുത്തിട്ടുണ്ടോ? പക്ഷെ നീ പറഞ്ഞില്ല. നീ എന്റെ കൂടെ വന്നിട്ട് എന്താ ചെയ്യാൻ പോന്നെ? ഇതാ നമ്മുടെ ഹൗസ് ഓണർ. നമസ്കാരം ചേച്ചി. നിനക്ക് ശരിക്കും എന്റെ അനിയത്തിയുടെ ചായ ഉണ്ട്. റൂമൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടതല്ലേ? ഡെപ്പോസിറ്റിന്റെ ഒപ്പം 1 മാസത്തെ വാടക അഡ്വാൻസ് തരേണ്ടി വരും. തൽക്കാലത്തേക്ക് മേഡം ഈ ഡെപ്പോസിറ്റ് വെച്ചോളൂ. വാടക പൈസ ഞാൻ പെട്ടെന്ന് തന്നേക്കാം. ഞാൻ പൊതുവെ ആണുങ്ങളെ വിശ്വസിക്കാറില്ല. പക്ഷെ ഇങ്ങനൊരു സുന്ദരിക്കുട്ടി ഭാര്യയായുള്ളതുകൊണ്ട് വിശ്വസിച്ചേക്കാം. അകത്തേക്ക് വാ. ഇത് കൊള്ളാല്ലേ? ഇത്രയും ബഡ്ജറ്റില് ഇത്രയും നല്ലൊരു വീട് ഈ നാട്ടിൽ കിട്ടില്ല. വീടും കൊള്ളാം, വീട്ടുകാരത്തെയും കൊള്ളാം. അത് ശരിയാ, അതിൽ തർക്കമൊന്നുമില്ല. നല്ല ചൂട് ചായയാ. രണ്ടുപേരും എടുത്ത് കുടിച്ച്. അയ്യോ ചേച്ചി, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. ഒന്നും പറയണ്ട. ഇവിടെ താമസിക്കണമെങ്കിൽ എന്റെ ചായ കുടിച്ചേ പറ്റൂ. പിന്നെ നിങ്ങളിത് സ്വന്തം വീടായിട്ട് കരുതിയാ മതി. എനിക്കുള്ള എല്ലാ അധികാരവും നിങ്ങൾക്കും ഉണ്ടാവും. പോരെ? എന്തെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ ധൈര്യമായിട്ട് ഉപയോഗിച്ചോളൂ. പക്ഷേ പൊട്ടിക്കാതെ എന്നാ മതി. അതെ ചേച്ചി, ഈ മുറിയുടെ വാതിലിന് കൊളുത്തില്ലേ? ചേടാ, കൊളുത്തിന്റെ ആവശ്യം എന്താ? നിങ്ങൾ രണ്ടുപേരും ചെറുപ്പല്ലേ? അപ്പോ വാതില് മുട്ടാതെ ഞാൻ എന്തായാലും അകത്തേക്ക് കയറി വരില്ല. ഇപ്പൊ എന്താ പറ്റിയേ? എന്താ വിഷമിച്ചിരിക്കുന്നേ? അതെ, ആ ചേച്ചിക്കൊരു മോനേ ഉള്ളൂ. അവൻ ഹോസ്റ്റലില്ല, ഭർത്താവില്ല താനും. അതുകൊണ്ട് നിന്നെ ശല്യപ്പെടുത്താൻ ഒരാളും വരില്ല. ഒന്ന് ചിരിക്കുന്നേ. ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു വെക്കട്ടെ. ചേടാ, ഹേയ്, അതൊക്കെ പിന്നെ എടുത്തു വെക്കാന്നേ. ആദ്യം തിരക്ക് പിടിച്ച് വീടെടുത്ത കാര്യങ്ങൾ ചെയ്തു തീർക്കാന്നേ.
അപ്പൊ ഇനി എന്താ ചെയ്യാൻ പോണേ? അത് ശരി. അപ്പൊ ഞാനത് പറഞ്ഞു തരണം അല്ലേ? ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോ ഇത്ര ക്ഷീണം എന്താണാവോ? മോളെ പായൽ, ഇതെവിടെയാ? 3 മണിയായി. ആ വരുന്നു ചേച്ചി. ചേടാ, ഇങ്ങനെ ബോധം കെട്ട് ഉറങ്ങുന്നത് എന്താ? അറിയില്ല ചേച്ചി, പകലിങ്ങനെ ഉറങ്ങാറില്ല. ഇന്നിപ്പോ എന്താ പറ്റിയെന്ന് അറിയില്ല. കെട്ടിയോൻ രാത്രി മൊത്തം ഉറക്കിയിട്ടില്ലാന്ന് തോന്നുന്നു. ഈ ചേച്ചിയുടെ ഒരു കാര്യം. ഞാൻ എനിക്കുള്ള ഫുഡ് ഉണ്ടാക്കിയപ്പോ നിങ്ങൾക്കുള്ളതും കൂടി ഉണ്ടാക്കാന്ന് വെച്ചു. അയ്യോ ചേച്ചി, അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അല്ല, ചേച്ചി കഴിക്കുന്നില്ലേ? ആ, ഞാൻ കഴിച്ചതാ മോളെ. മോള് കഴിക്കേ. എന്തു പറ്റി മോളെ? ഇതെന്താ കഴിക്കാതിരിക്കുന്നേ? എനിക്കെന്തോ കഴിക്കാൻ തോന്നുന്നില്ല ചേച്ചി. അദ്ദേഹം അവിടെ വിശന്നിരുന്ന് വർക്ക് ചെയ്യായിരിക്കും. എങ്കില് നാളെ മുതൽ ഭക്ഷണം കൊടുത്തയക്കാം. ഇപ്പൊ കഴിക്ക. എന്താ മോളെ കഴിക്കാത്ത? ചേച്ചി, എന്തോ ഒരു വല്ലാത്ത സ്മെല്ല് വരുന്നില്ലേ? ഈ സ്മെല്ല് ഇവിടെ എൻ്റെ ഒപ്പം ഉള്ളതാ മോളെ. മോള് ഭക്ഷണം കഴിച്ചിട്ട് പാത്രം കഴുകി എടുത്തു വെച്ചേക്ക്. ശരി ചേച്ചി. എന്നെ പിടിക്കണ്ട, ഞാൻ ഓക്കെയാ. മോളെ, നിന്റെ ഭർത്താവിനെ നോക്കിക്കോ.
ഒരു ബോധവും ഇല്ല ഇപ്പോ. എനിക്ക് കള്ളു കുടിക്കുന്ന ഇഷ്ടമല്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ, പിന്നെ എന്തിനാ കുടിച്ചേ? അത് പിന്നെ ഓഫീസിലെ ഫ്രണ്ട്സ് പാർട്ടി കൊടുക്കാൻ പറഞ്ഞായിരുന്നു. അപ്പം പിന്നെ എല്ലാവർക്കും കൊടുത്തപ്പോൾ എനിക്കിവിടെ കുടിക്കേണ്ടി വന്നു. നിങ്ങൾ എപ്പോഴാ കുടിക്കാൻ തുടങ്ങിയേ? ഒരു കാര്യം ചെയ്യേ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം, പോയി കൈ കഴുകിട്ട് വാ. ആ മോളെ, എനിക്ക് എന്തായാലും ഒന്ന് കഴിക്കണം. പക്ഷെ ഭക്ഷണമല്ല, നിന്നെ. എന്നെ ഒന്നും ചെയ്യണ്ട, നിങ്ങള് കൈമുഖം കഴുകിട്ട് വാ, അപ്പോഴേക്കും ഞാൻ ഫുഡ് എടുക്കാം. അല്ല, വാ മോളെ പ്ലീസ്. പായൽ, ഞാൻ ഇറങ്ങാണേ. അയ്യോ, ഒരു മിനിറ്റ് നിക്ക്. ഇതാ നിങ്ങൾക്കുള്ള ഫുഡ്. ഇതെപ്പോ ഉണ്ടാക്കി? ഇന്നലെ ചേച്ചിയുടെ ഒപ്പം മാർക്കറ്റിൽ പോയപ്പോ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. അപ്പോ താൻ ഭക്ഷണം എടുക്കാത്തോണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ഇവള് ഭക്ഷണം കഴിക്കുന്നില്ലായിരുന്നു. ശരി, ഞാനൊന്ന് ഇറങ്ങട്ടെ. ശരി എന്നാ, ഞാനൊന്ന് ഇറങ്ങട്ടെ. നീ ശ്രദ്ധിക്കണേ. അല്ല, അവളെന്താ ശ്രദ്ധിക്കുന്നത്? അവളുടെ കാര്യം നോക്കാൻ ഞാനില്ലേ? ബൈ. ദാ മോളെ പ്രസാദം. കള്ള നായിന്റെ മോൻ എനിക്ക് പണി തന്നിട്ടാണല്ലോ പോയത്. ഇതൊന്നും രഞ്ജിത്ത് ഒരിക്കലും യൂസ് ചെയ്യില്ലല്ലോ. ഇതാ ഇത് കുടിക്ക്, നല്ല ചൂടുള്ള ചായ. രഞ്ജിത്ത് ഇതൊന്നും ഉപയോഗിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതാ മോളെ പ്രസാദം. പിന്നെ ഇതിപ്പോ എങ്ങനെയാ ഇവിടെ വന്നേ? എന്തോ പ്രശ്നമുണ്ട്. ആരാ? എന്താ വേണ്ടേ? ഹലോ ഡാർലിംഗ്. തനിക്ക് എന്താ വേണ്ടേ? ആരാ താൻ? പുതിയതായിട്ട് ഇറക്കിയതാണല്ലേ? നീ എത്രയാടി ഇപ്പൊ മേടിക്കുന്നേ? എന്നുവെച്ചാ നിന്റെ റേറ്റ് എത്രയാന്ന്? ഞാനിവിടുത്തെ ഒരു പഴയ കസ്റ്റമറാ. എനിക്ക് അവള് ഡിസ്കൗണ്ട് ഒക്കെ തരുമായിരുന്നു. നിനക്ക് എത്ര പറ്റുന്നു പറ. ചേച്ചി, ചേച്ചി, ചേച്ചീനെ വിളിച്ച് കരയാതെ റേറ്റ് എത്രയാന്ന് പറയടി നീ. ഇവിടെ എന്താ നടക്കുന്നേ? നീ ഏതാടാ? എന്നെ മറന്നുപോയോ? ഞാൻ നിന്റെ പഴയൊരു കസ്റ്റമറാടി. ഡാ, ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ നോക്ക്. ഓ, റേറ്റ് കൂട്ടാനുള്ള പരിപാടിയാണല്ലോ. ചിലക്കാണ്ട് ഇറങ്ങി പോടാ. ആരാ നിങ്ങള്? കൊള്ളാലോ മോളെ, ചേച്ചിന്ന് വിളിച്ചിട്ടിപ്പോ നിങ്ങളെന്നൊക്കെ ആയോ? അപ്പൊ നിനക്ക് ഇവിടെ ഇതാണല്ലേ പണി? ഓ,
അപ്പൊ സുന്ദരിക്കുട്ടിക്ക് മനസ്സിലായില്ലേ? ആണെങ്കില് നീ എന്നോട് എന്താടി ചെയ്തത്? ഒന്നും ചെയ്തില്ല. പിന്നെ ഇതെങ്ങനെയാ എന്റെ റൂമിനകത്ത് വന്നേ? ഇതിലിപ്പോ എന്താ പ്രശ്നം? എടി വൃത്തികെട്ടവളെ, രഞ്ജിത്ത് ഇങ്ങോട്ട് വരട്ടെ. നീ ഈ കാണിക്കുന്നതെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. അതെ, ഒരു മിനിറ്റ്. കണ്ണി കണ്ടവന്മാരുടെ കൂടെ നീ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയതൊക്കെ അതിന്റെ കൂടെ അങ്ങ് കാണിച്ചു കൊടുത്തേക്ക്. നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും ഒക്കെ മാനം രക്ഷിക്കണമെങ്കില് ഞാൻ പറയുന്നത് മിണ്ടാതെ അങ്ങ് അനുസരിച്ചോ. മനസ്സിലായോടി? ഇത്രയും നാള് നീ ബോധമില്ലാതെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇനി നീ ബോധത്തോടെ ചെയ്യണം. ആ, അയ്യോ, ഇന്നെന്താ ഇത്ര നേരത്തെ വന്നത്? ആ എന്ത്, നേരത്തെ വരാൻ പാടില്ലേ? അല്ലെന്നേ, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഒന്നുമില്ല, വല്ലാത്തൊരു തലവേദന, ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. പക്ഷേ നിനക്കെന്താ പറ്റിയ? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രഞ്ജിത്ത്, എനിക്കൊരു കാര്യം പറയാൻ. ഞാൻ നിങ്ങൾക്കൊരു ചായ ഇട്ടോണ്ട് വരാം. നീ അതിൽ കുറച്ച് ഇഞ്ചിയും കൂടി ഇട്, തല വല്ലാതെ വേദനിക്കും. ആ, ഇന്ന് അവളുടെ മുഖം ഒന്ന് കാണേണ്ടായിരുന്നു. പാവാകെ പേടിച്ചു പോയി. അവള് കരുതിയത് ഞാൻ അവളെ കൈയോടെ പിടിച്ചെന്ന്. ഈ നാട്ടുമ്പുറത്താര് പെണ്ണുങ്ങള് മണ്ടികളാന്നേ. അവളല്ലെങ്കിലും വണ്ടിയാ. അതുകൊണ്ടല്ലേ ഞാൻ ഓഫീസിൽ പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് നിന്റെ റൂമിലേക്ക് വരുന്നത്. അവക്ക് ഇതുവരെ മനസ്സിലാവാത്തത്. അവളിങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഞാൻ നിന്നോട് എത്ര നാളായിട്ട് പറയുന്നതാ. അങ്ങനെയാണെങ്കിൽ ഇപ്പോ 10-20 ലക്ഷം അവളെ വെച്ച് ഉണ്ടാക്കായിരുന്നു. അത് ഇനിയായാലും ഉണ്ടാക്കാമല്ലോ എന്റെ ചക്കരെ. പക്ഷെ അവള് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ നീ നോക്കിക്കോണം. അതാലോചിച്ച് നീ പേടിക്കണ്ട. ഫുൾ കൺട്രോൾ എന്റെ കയ്യിലാ. ചാവേണ്ടി വന്നാലും അവള് വാ തുറക്കില്ല.